ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. 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 பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான உன்ன தேடுது. ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. கண்ணுக்கொரு வண்ண கிளி காதுக்கொரு கான கோயில் நெஞ்சுக்கொரு வஞ்சி கொடி நீதானம்மா. கண்ணுக்கொரு வண்ண கிளி காதுக்கொரு கான கோயில் நெஞ்சுக்கொரு வஞ்சி கொடி நீதானம்மா. தத்தித்தவழும் தங்கச்சிமிழே பொங்கி பெருகும் சங்கத்தமிழே முத்தம் தர நித்தம் வரும் நட்சத்திரம். யாரோடு எங்கு எனக்கென்ன பேச்சு நீதானே கண்ணே நான் வாங்கும் மூச்சு. வாழ்ந்தாக ஏக்கம் வா வா கண்ணே. ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான உன்ன தேடுது. ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. மங்கை ஒரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன. மங்கை ஒரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன. அத்தை மகனோ மாமன் மகளோ சொந்தம் எதுவோ பந்தம் எதுவோ சந்தித்ததும் சிந்தித்ததும் தித்தித்திட. அம்மாடி நீதான் இல்லாத வானம் வெண்மேகம் வந்து நீந்தாத வானம். தாங்காத ஏக்கம் போதும் போதும். ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான உன்ன தேடுது. ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. காத்தாடி போலாடுது. അക്ഷയ് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. എങ്ങനെ തോന്നി? നന്നായി പാടിയാ? കുഴപ്പമില്ലാതെ പാടി തോന്നി. ചോദിക്കാം. ജഡ്ജസ് എല്ലാവരും ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു. ഓക്കെ എം ജി സാർ. അക്ഷയക്കുട്ടാ,
സർ. അസലായിട്ട് പാടി മോനെ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എനിക്ക് ഫീൽ ചെയ്തേ ഈ രാസാത്തി ഉന്നേന്ന് പാടുന്നത് ആ സംഗതി ഇല്ലേ, അതിന്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കാം. വേണമെങ്കിൽ മതി, മോന് വേണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ കുറച്ച് നോക്കി ഒന്ന്. രാസാത്തി ഒന്നേ ഒന്ന് ഒന്നേ അത് കുറച്ചുകൂടെ കുറച്ച് പിടിച്ചു. രാസാത്തി ഒന്നേ. ആ മതി. അത് മതി. ഓക്കെ സർ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഒരു സുഖമുണ്ട്. ഓക്കെ സർ. മറ്റേത് ഭയങ്കര ഫാസ്റ്റ് ആയി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും ടോട്ടലി നന്നായിരുന്നു. കുറച്ച് ഓപ്പൺനെസ് വേണം. ഫീൽ ഉണ്ട് കയ്യിൽ, ഇഷ്ടം പോലെ ഫീൽ ഉണ്ട്. താങ്ക് യു സർ. അതുകൊണ്ട് അതിനെപ്പറ്റി നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ സംഗതികളുടെ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുക. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. അക്ഷയ് ഇക്ക. കാലക്കി അക്ഷയ്. താങ്ക് യു ഇക്ക. ഓഫ് കോഴ്സ് അപ്രോച്ച് കുറച്ച് ടെക്നിക്കൽ ആയി പോയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പം രാസാത്തി ഒന്ന് അതുപോലെ കാണാതെ എനിക്കൊന്ന് അത്രയും സ്പീഡ് വേണ്ട. ആക്ച്വലി കുറച്ചുകൂടെ സിമ്പിൾ ആക്കാമായിരുന്നു. പക്ഷെ അക്ഷയ് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. താങ്ക് യു ഇക്ക. വൻ ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കുറച്ച് സംഭവങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ. എന്തായാലും നന്നായി അക്ഷയ്, വെരി ഗുഡ് കേട്ടോ. താങ്ക് യു ഇക്ക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അക്ക. ശരത് സർ. ചക്രേ, സർ. ആദ്യമായിട്ട് ഈ പാട്ട് സെലക്ട് ചെയ്തോണ്ട് വന്നതിന് ഐ ലവ് യു. ഉമ്മ. അസാധ്യ പാട്ടടാ. അയ്യോ, ഇത് നീ ട്യൂൺ മാത്രം പാടിയാൽ മതി. ഇതിനകത്ത് ഡൈനാമിക്സും വേണ്ട. ആ സംഗതിയൊക്കെ സ്പീഡ്, ആ സംഗതികളുടെ സ്പീഡ് മാത്രം ഒന്ന് നോക്കിയാൽ അത് വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, കാണാതെ നെഞ്ച്. ഇപ്പം എംജിഎണ്ണൻ മറ്റേത് കറക്റ്റ് ചെയ്തല്ലോ, അതിൻ്റെ സ്പീഡ് അത്രയും മരണവെപ്പറാണ് വേണ്ടടാ. കാണാതെ നെഞ്ച് ഞാൻ കാണാതെ അതിനൊരു ക്ലാരിറ്റി കാണാതെ. അപ്പൊ അത്രേ ഉള്ളൂ ചക്കരെ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ സർ. ചേച്ചി. അക്ഷയ്, ചേച്ചി. എടാ സൂപ്പർബ് സോങ് സെലക്ഷൻ. താങ്ക് യു ചേച്ചി. ഒന്നാമത് രാജാ സാറിന്റെ തരത്തിലുള്ള പാട്ടുകൾ നമുക്കൊക്കെ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പാട്ട് ഇപ്പോഴും നമ്മൾ അതിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. അതേപോലെ സാറിന്റെ ഒരു സൈക്കോ എന്ന് പറഞ്ഞ മൂവിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു മൂവിയിൽ ഇങ്ങനെ ഒരു പാട്ട് വരും എന്നുള്ളത്. അതേപോലെ ഒന്ന് നനച്ച് നനച്ച് ഉരുകി പോനേൻ മെഴുകാ, നെഞ്ച ഉതച്ച് ഉതച്ച് പരந்து போனா அழகா, யாரோ அவளோ என்னை தீண்டும் காற்றின் விரலோ, யாரோ அவளோ தாலாட்டும் தாயின் குரலோ, ஒன்னு நினைச்சு நினைச்சு உருகி போனேன் மெழுகா, நெஞ்ச உதச்சு உதச்சு பறந்து போனா அழகா. വണ്ടർഫുൾ കോമ്പസിഷൻ. ബ്യൂട്ടിഫുൾ. അങ്ങനെ പ്രത്യേകിച്ച് മഞ്ചേരി അങ്ങനെ ഒരു പടത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ കണ്ടു ബേജാറായി. അത് മാത്രല്ല അതിന്റെ അനുഭവം തത്തരരി തരരാ തരരീരാ തര തരാരി തരരീരാ തരരീരാ തര തിരിതാ തരരീരിതാ തരരീരി തരരീരി തരരീ, ഒന്നു നനച്ച് നനച്ച് ഉരുകി പോനേൻ മെഴുകാ, നെഞ്ച ഉതച്ച് ഉതച്ച് പരந்து പോനാ അഴകാ. അതൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഇത് 2 വർഷമേ ആയുള്ളൂ. എന്ത് ഭംഗിയായിട്ടാണെന്നുള്ളതാണ്. എന്ന് തുടങ്ങിയത് അദ്ദേഹം. അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇപ്പം പല്ലവി ഇത് അനുപല്ലവി റൂട്ടേ മാറി തിരിച്ചു വന്നതും ശരിക്കും ഭയങ്കരമാണ്. ശരിക്കും ഈ ഒരു കോമ്പിനേഷനിലുള്ള പാട്ട് മോൻ കൊണ്ടുവന്നതിൽ അങ്ങോട്ടൊരു താങ്ക് യു. പിന്നെ എനിക്ക് അക്ഷയ് പാടിയതിനകത്ത് തോന്നിയത് വോയിസ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമാണ് അക്ഷയുടെ ഉള്ളിലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ നല്ലൊരു സിംഗറാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സർ. ഐ എം ഗിവിംഗ് യു 9.1. താങ്ക് യു സർ. ഷാനിക്ക. ഒരു 8.9. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ചേച്ചി. അക്ഷയ് ചേച്ചി. 9 മാർക്സ്. താങ്ക് യു ചേച്ചി. ശരത് സർ. അക്ഷയ് 8 മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 27.
സൂപ്പർ. ഓക്കേടാ.